നമസ്തേ, ധന്വന്തരൻ വൈദ്യനിടിക്കുകയാണ്. ഈ ശിശുക്കളിൽ ഒരമരുന്ന് കൊടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ കാലങ്ങൾ തൊട്ടേ ഉള്ളതാണ്. കച്ചോലം, ജാതിക്ക, മായാക്ക്, അയമോദകം ആണ് ഒരമരുന്നെന്ന് പറയുന്നത്. അത് വളരെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വളരെ സൂക്ഷ്മചൂർണ്ണമാക്കുക. തിരിശീല പൊടി എന്നാണ് പറയുന്നത്. തിരിശീലയിൽ തെള്ളിയെടുക്കുന്ന സൂക്ഷ്മചൂർണ്ണം ഒരു 1, 2, 3 കടുക് മണി വലിപ്പത്തിൽ ശിശുക്കൾക്ക് കൊടുക്കാം. അത് പാല് കുടിക്കുന്ന സമയത്ത് മുലക്കണ്ണിൽ വെച്ചോ അല്ലാതെയോ നാക്കിലൊക്കെ വെച്ചു കൊടുക്കാം. ഒരാഴ്ചയിൽ 2, 3 ദിവസം ഒരമരുന്ന് കൊടുക്കുന്നത് ശിശുക്കളുടെ തികട്ടി വരിക, പാല് കുടിച്ചതിന് ശേഷം തികട്ടിലുണ്ടാവുക, അല്ലെങ്കിൽ മറ്റ് അസ്വസ്ഥതകൾ, ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ശിശുക്കളിലുണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരമരുന്ന് നല്ല ഫലം ചെയ്യുന്നതിനാണ്. പുറമേ നിന്ന് നമുക്ക് ഒരമരുന്ന് ഗുളിക മേടിക്കാൻ കിട്ടും. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾ നമ്മുടെ സ്വന്തം കൈകൊണ്ട് ഇങ്ങനെയുള്ള ഔഷധങ്ങൾ വാങ്ങിച്ചിട്ട് ഒന്ന് തയ്യാറാക്കി നമ്മൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒന്ന് കൊടുത്തു നോക്കിക്കേ. കച്ചോലവും ജാതിക്കയും മായാക്കും അയമോദവും ശരിക്കും ഉദരസംബന്ധമായ പല പ്രശ്നങ്ങൾക്കും, ബഹുവിധ പ്രശ്നങ്ങൾക്ക് ശിശുക്കളിൽ ഏറ്റവും നല്ല ഒരു ഉപാധി തന്നെയാണ്. നല്ല ഒരു ഔഷധം തന്നെയാണ്, നല്ലൊരു ഒറ്റമൂലിയാണ്, നല്ലൊരു നാട്ടറിവും കൂടിയാണ്. നന്ദി, നമസ്തേ. ധന്വന്തരൻ വൈദ്യനിടിക്കുകയാണ്.